വായിലെന്നാ ഇതാ റസ്ക് തീരുന്ന് വെച്ചിട്ട് ഒരു പാക്കറ്റ് അങ്ങനെ തന്നെ വായിലിട്ടിട്ട് എത്ര എണ്ണ ഉണ്ണി? ഓക്കെ, ഇതാണ് നന്ദി ഹിൽസിലെ പാർക്കിംഗ്. നമ്മളങ്ങനെ നന്ദി ഹിൽസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിങ്ങിന് 150 റുപ്പീസും ഓരോരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് 20 റുപ്പീസുമാണ്. കുറേ ആൾക്കാരുണ്ട്. നമ്മൾ വരുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. നല്ല ആളുണ്ട്. നല്ല തണുക്കുന്നുണ്ട് ഗൈസ്. തണുത്തിട്ട് എൻ്റെ സൗണ്ടൊന്നും വരുന്നില്ല. ഇതാണ് നന്ദി ഹിൽസിൻ്റെ ഓരോ വ്യൂ പോയിന്റ്സ് ആണ്. സൺറൈസ് വ്യൂ ഉണ്ട്, അതേപോലെ ടെമ്പിൾ ഉണ്ട്. 2-3 ടെമ്പിളെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നമ്മളങ്ങനെ നന്ദി ഹിൽസിൻ്റെ എൻട്രൻസിൽ കയറിയിരിക്കുകയാണ്. ടോയ്ലറ്റിനെല്ലാം കിട്ടില്ല പേരാതല്ല. സുലാബ് ടോയ്ലറ്റ്. ഹൈ ഗൈസ്. നന്ദി ഹിൽസിന്റെ ഉള്ളിൽ തന്നെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പൊ എല്ലായിടയ്ക്കും ഡയറക്ഷൻസ് വെച്ചിട്ടുണ്ട് എങ്ങോട്ടേക്കാ പോകേണ്ടതെന്ന്. ഇതിപ്പോ രണ്ടാമത്തെ സൺറൈസ് വ്യൂ പോയിന്റാണ് കാണുന്നത്. സൺറൈസ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് നമ്മൾ സൺറൈസ് പോകുന്നില്ല. സൺറൈസ് പോയാലോ അവിടെ ചിലപ്പോൾ നല്ല വ്യൂ ഉണ്ടാവും. ഇതാണ് നന്ദി കുളിച്ച കുളം. അത് കൊറേ മീനുണ്ട്. ആ മീനിന്റെ വരുന്നതിന് ഞാൻ നന്ദി കുളിച്ചോളം പറഞ്ഞു. ഓ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. മുള്ളുണ്ടേ, നോക്കണേ. കുറച്ച് പണിയാണല്ലോ. അതേപോലെ റിട്ടേൺ അടിക്കുന്നത്. ഗൈസ് വാ. പക്ഷെ ഇത്ര വരെ വന്നിട്ട് കാര്യമുള്ളൂ. അങ്ങോട്ടേക്ക് ചളിയാ. അപ്പൊ ഇങ്ങോട്ടേക്ക് വഴിയില്ല. അങ്ങോട്ടേക്ക് വഴിയുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഊടുവഴിയിലൂട്ടിയെല്ലാം പോന്ന്? അത് കാടൊന്നുമില്ല. നമ്മള് നന്ദി ഹിൽസ് കേട്ടിട്ട് നന്ദിനെ കണ്ടിട്ടില്ല എന്ന് പറയണ്ട. അവിടെ ഒരു നന്ദിന്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. നന്ദി പക്ഷെങ്കില് അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല എന്നാ തോന്നുന്നത്. എല്ലാം ക്ലോസ്ഡ് ആക്കിയിട്ടാ ഉള്ളെ. നമ്മൾ ഇതിന്റെ മേലെ കയറിയപ്പോ ഉള്ള അതിന്റെ അടിപൊളി വ്യൂ. കർണാടക ഫുള്ളുണ്ട്. ഫുള്ളൊന്നുമില്ല, ഞാൻ കുറച്ച് തലേതാ. ഫുള്ളൊന്നുമില്ല, കർണാടകന്റെ ഒരു ഭാഗം ഫുൾ ഉണ്ട്. ഒരു സൈഡ് ഫുള്ളുണ്ട്. നമ്മളെ കാർ അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മള് കാറിലല്ല വന്നത്, നമ്മള് വേല വന്നത്. കർണാടക, ബംഗളൂരു. ഉണ്ണി ആദ്യം ഓടി 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 കേറിയിട്ട് ലാസ്റ്റ് കുട്ടി തളർന്ന്. എങ്ങനെയാട്ടണ്ടേ? അടിപൊളി വ്യൂ വന്നിട്ട് ഇവിടെ നിക്കാൻ തന്നെ ഒരു അടിപൊളി ഫീൽ ഉണ്ട്. അടുത്ത പോയിന്റായ ടിപ്പു ഡ്രോപ്പിലേക്കാണ് പോകുന്നത്. അർക്കാവത്തി റിവർ ഒറിജിൻ. ഒരു റിവറിന്റെ ഒറിജിൻ ഇവിടെ നിന്നാണ് കേട്ടോ. ശരിക്കും പനിയായിട്ട് പോലും ഇത് ഇത്ര തണുപ്പിൽ നടക്കുന്ന ശ്രേയന്റെ ഡെഡിക്കേഷൻ നിങ്ങൾ ആരും കാണരുത്. കാണാതെ പോകരുത്. നമ്മള് കൊറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് സൂക്ഷിച്ചു കിടക്കണം. അർക്കാവതി റിവർ. അയ്യേ പറ്റിച്ച്. അരക്കാവതി റിവർ. ഇത് റിവർ അല്ല, ഇത് പോണ്ടാണ്. അതന്നെ അങ്ങോട്ടുണ്ടാവും. ആരും തേടാത്ത വഴികളിലൂടെ നമ്മൾ പോകുന്നതാണ്. പാമ്പെല്ലാം ഉണ്ടാവുകയല്ലേ? അപ്പൊ
പാമ്പുണ്ടാവുക. നമ്മളെ കുറച്ച് ടീംസിന് ആദ്യം കാണാണ്ടായിട്ട് ഇതാ അവരെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പം അങ്ങോട്ടേക്ക് റിവർ ഒറിജിനൽ നമ്മളിവിടെ കണ്ടിട്ടില്ല ഗൈസ്. ഇവിടെ ലാസ്റ്റ് വന്നപ്പം കണ്ടത് ഈ ഒരു പോണ്ടാണ്. പോവാടത് പോണ്ടെന്ന് എങ്ങനെ ഒറിജിനൽ ആവുക? മലേനെ നടുക്കുന്നാണ് ഒറിജിനൽ വരണ്ടേ. സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് പോവാന്ന്. ഇതാ നമ്മളെ പിള്ളേരെല്ലാം ആദ്യമേ അവിടെ എത്തിയിട്ട് സീറ്റ് പിടിച്ച് ആദ്യത്തെ ചെറിയൊരു വ്യൂ പോയിന്റിൽ നിൽക്കുന്നുണ്ട്. ചവിട്ട് നമ്മളെ കൂട്ടത്തിൽ എനർജി പാക്കായ അമ്മ അത് തിരിച്ചു പോന്നെ. വീഡിയോ ഓൺ ആക്കുമ്പോൾ മാത്രം എനർജി കാണിക്കുന്ന രാഹുൽ. നമ്മളങ്ങനെ തനുവിനെ പിടിക്കാരെങ്കിലും. നല്ല കാറ്റുണ്ട്. അമ്മേ ഇത് വണ്ടി പോകുന്ന വഴിയാണ്. നമ്മൾ ഷോർട്ട് കട്ട് എടുക്കുകയാണ്. കരുതി കാര്യമില്ല. നിത്യനെ പിടിക്കാൻ പറഞ്ഞു വേറെ ഞാൻ പിടിച്ചു. ആ സ്റ്റെപ്പ് കഴിഞ്ഞ വഴിയിലൂടെ തിരിച്ചു പോകാൻ പറ്റുമോ? ചുഴലിക്കാറ്റ് വരുന്ന പോലെ എങ്ങാനുണ്ട്. അത്ര നല്ല കാറ്റുണ്ട്. മുടി പറക്കുന്നാണ്ടാ മനസ്സിലാവും. ഇവിടെ ഒരു ചെറിയ പാർക്ക് ഉണ്ട്. ഇതിലോട്ട് ഇറങ്ങിയാ പോരെ, എന്തിനാ ചളിയിലോട്ട് ഇറങ്ങുന്നേ? ചളിയിലോട്ട് വളച്ചിട്ട് വരാൻ മടിയായതുകൊണ്ട് നമ്മൾ ചളിയിലോട്ട് നടക്കുകയാണ്. ഞാൻ വീണ ക്യാമറയും വീകൂ. ഞാൻ വീണാൽ യെസ് നമ്മൾ എത്തിയിരിക്കുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ നന്ദി ഹിൽസിൻ്റെ മെയിൻ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു നല്ല ചൂടൊക്കെ ആയിട്ട് നല്ല സുഖമുണ്ട്. ചെറിയ അളം വെയിലുണ്ട്. അവിടെ ഒരു അമ്പലമുണ്ട്. രാവിലൊന്നും വന്നില്ല. Look at that view. ഇവിടെ ഒരു പട്ടിക്കുട്ടി ഉറങ്ങുന്നു. അതെ അവര് വരുന്നു. Look at this. Wow. എല്ലാരും ഒരുമിച്ച് പറ. റെഡി 1 2 3. നമ്മള് ടോപ്പ് വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇതിപ്പം നമ്മൾ താഴെ ഇറങ്ങി വരുവാന്ന്. എല്ലാവരും തളർന്ന്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഇനി പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് എനർജി ആക്കണം. അല്ലേ മോനെ? ബൈ ബൈ.